ഹായ് എവരിവൺ, ഒരു അടിപൊളി കാര്യമാണ് കേട്ടോ നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഷെയർ ചെയ്യണത്. അതായത് ലാറ്റ്വിയയ്ക്ക് ഒരു അൺസ്കിൽഡ് ജോബിനായിട്ട് പോകണം എന്നാണോ നിങ്ങളുടെ ആഗ്രഹം? അതും ഒരു 2 ലക്ഷത്തിൻ്റെ അടുത്ത് സാലറി വാങ്ങുന്ന ജോബുകളായിട്ട്. എന്നാൽ അങ്ങനെ ഒരു അവസരത്തിനെ പറ്റിയിട്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഷെയർ ചെയ്യണത്. അതായത് RN കണക്റ്റ് ആണ് നമുക്ക് ഈ ഒരു അവസരം ഇപ്പോൾ ഒരുക്കിയിട്ടുള്ളത്. സോ ഇങ്ങനെ ലാറ്റ്വിയയ്ക്ക് ഒരു അൺസ്കിൽഡ് ജോബിനായിട്ട് പോയിട്ട് അവിടെ വർക്ക് ചെയ്യാനും അവിടെ ജോലി ചെയ്യാനും അവിടെ താമസിക്കാനുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കുന്നത്. അതായത് ജോബുകൾ ആക്കി കൊടുക്കുന്ന കാര്യങ്ങളും കൂടി ഇവർ ചെയ്യുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും നമ്മൾ ഈ ഒരു വീഡിയോയിൽ പറഞ്ഞുതരാം. ആൾറെഡി പോയ ആൾക്കാരുടെ ഡീറ്റെയിൽസും കൂടി ഞാൻ ഈ ഒരു വീഡിയോയിൽ കാണിച്ചു തരുന്നുണ്ട് കേട്ടോ. അതിൻ്റെ പ്രൂഫൊക്കെ ഞാൻ കാണിച്ചു തരുന്നുണ്ട്. സോ നമുക്ക് ലാറ്റ്വിയ എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം, ലാൻഡ്സ്കേപ്സിൻ്റെ കാര്യത്തിലാണെന്നുണ്ടെങ്കിലും എല്ലാം ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള രാജ്യമാണ്. റിഗയാണ് ലാറ്റ്വിയൻ്റെ തലസ്ഥാനം, ക്യാപിറ്റൽ ആയിട്ട് വരുന്നത്. നമുക്കറിയാം ഇപ്പോൾ ഒരു ഷെങ്കൻ വിസ ഒക്കെ കിട്ടുക എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ടൈം എടുക്കും. സോ ഇനി അങ്ങനെ ഒരുപാട് വെയിറ്റ് ചെയ്താൽ പോലും ബട്ട് അത് റിജക്ഷൻ വരാനുള്ള ചാൻസും വളരെ കൂടുതലാണ്. സോ അതുകൊണ്ട് തന്നെ ഇവർ ചെയ്യേണ്ടത് ഒരു സീസണൽ വർക്ക് വിസ വഴി പോയിട്ട് പിന്നെ ഒരു സാധാരണ ഒരു വർക്ക് വിസയ്ക്ക് കൺവേർട്ട് ചെയ്ത് കൊടുക്കുക. സോ അതാകുമ്പോൾ നമുക്ക് സീസണൽ വർക്ക് വിസ എന്ന് പറയുമ്പോൾ നമുക്കറിയാം നമുക്കത് കിട്ടാൻ ഒരുപാട് ടൈം എടുക്കില്ല. മാക്സിമം നമുക്കൊരു 4 to 6 months ആണ് ഇവർ പറയുന്നത്. അതുപോലെ തന്നെ നമുക്ക് റിജക്ഷൻ ചാൻസും വളരെ കുറവാണ്. ദെൻ നമ്മൾ അവിടെ പോയിട്ട് സാധാരണ നോർമൽ വർക്ക് വിസയ്ക്ക് ഇവർ കൺവേർട്ട് ചെയ്ത് തരും. TRC കാർഡ് ഈ ഒരു എംപ്ലോയേഴ്സ് എടുത്ത് തരും എന്നാണ് പറയുന്നത്. ഓക്കെ, സോ എന്തായാലും ഇതിനെ പറ്റിയുള്ള കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് നോക്കി വെക്കാം. ഹായ് എവരിവൺ, ഇറ്റ്സ് മീ ഷ്യാം ആൻഡ് ദിസ് ഈസ് വേഫറർ ഇൻസൈറ്റ്സ്. സോ നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഇപ്പോൾ ഷെയർ ചെയ്യുന്നത് വെറും ഇൻഫർമേഷൻസ് മാത്രമാണ് കേട്ടോ. ഇതിനെ പറ്റിയിട്ട് കൂടുതൽ അറിയാനും ഇതുവഴി പോകണം എന്നുള്ള ആഗ്രഹമുള്ള ആളുകൾക്ക് നമ്മൾ ഇവരുടെ നമ്പറൊക്കെ നമ്മൾ കൊടുക്കുന്നുണ്ട് കേട്ടോ. സോ അതുവഴി നിങ്ങൾക്ക് അവരെ കോൺടാക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഇങ്ങനെ ലാറ്റ്വിയയ്ക്ക് ഒരു സീസണൽ വർക്ക് വിസ എടുത്തിട്ടാണ് നമ്മൾ പോവുക. ഓക്കെ, നമുക്ക് ഈ ഒരു സീസണൽ വർക്ക് വിസ എന്ന് പറയുന്നത് മാക്സിമം ഒരു 4 to 6 months ഉള്ളിൽ നമുക്ക് കിട്ടും. സീസണൽ വർക്കിന് പോയതുകൊണ്ട് തന്നെ നമ്മൾ ആദ്യം സീസണൽ ജോബ് ചെയ്യണം. സോ നമ്മൾ അവിടെ പോയ ശേഷം ആദ്യം നമ്മളൊരു ഫാമിലായിരിക്കും നമ്മൾ ജോബ് ചെയ്യുക. നമുക്ക് ഈ ഒരു അഗ്രികൾച്ചർ അഗ്രികൾച്ചറിൽ തന്നെ നമുക്ക് ഈ ഒരു ഡയറി ജോബുകൾ, ഫ്രൂട്ട് പിക്കർ ജോബുകൾ, ഇതൊക്കെ ഈ ഒരു അഗ്രികൾച്ചർ ജോബ്സിൽ വരുന്നത് തന്നെയാണ്. സോ ഇങ്ങനെ നമ്മൾ ആദ്യം അവിടെ പോയ ശേഷം ആദ്യം നമ്മളൊരു ഫാമിൽ നമുക്കൊരു 2 months നമുക്ക് വർക്ക് ചെയ്യണം. സോ അതിനുശേഷം പിന്നെ സാധാരണ ഒരു നോർമൽ വർക്ക് വിസയ്ക്ക് ഇവർ കൺവേർട്ട് ചെയ്ത് തരും. 1 year വാലിഡിറ്റി ഉള്ള ഒരു വർക്ക് വിസയ്ക്ക് ഇവർ കൺവേർട്ട് ചെയ്ത് തരികയാണ് ചെയ്യുക. ഇനി നമ്മളവിടെ ചെയ്യുന്ന ജോബുകൾ എന്ന് പറയുന്നത് മീറ്റ് കട്ടിങ് ജോബുകളാണ്. സോ ഇങ്ങനത്തെ ജോബുകളാകുമ്പോൾ നമുക്കറിയാം ഒരുപാട് സ്കിൽഡ് ഉള്ള ആളുകളൊന്നും ആവശ്യമില്ല, അൺസ്കിൽഡ് ആയിട്ടുള്ള ആളുകൾക്കും പോവാം. അത് നല്ലൊരു ബെനിഫിറ്റ് തന്നെയാണ്. ഈ ഒരു മീറ്റ് കട്ടിങ് ജോബ് ആക്കി തരുന്നത് സാധാരണ ഒരു റെഗുലർ വർക്ക് വിസയിലാണ് കേട്ടോ, 1 year വാലിഡിറ്റി ഉള്ളത്. അതിനുശേഷം നമ്മൾ അവിടെ ഒരു 3 months വർക്ക് ചെയ്ത ശേഷം സോ ഈ ഒരു 3 months നമുക്ക് കിട്ടുന്ന ഒരു സാലറി എന്ന് പറയുന്നത് 75,000 രൂപയായിരിക്കും ഇവർ പറയുന്നുണ്ട്. സോ ഇത് ട്രെയിനിങ് പീരീഡ് ആണ്, അതുകൊണ്ടാണ് ഈ ഒരു 3 months നമുക്ക് ഈ ഒരു 75,000 രൂപ കിട്ടുന്നത്. സോ ഈ ഒരു 3 monthsന് ശേഷം നമുക്കൊരു പെർമനൻറ്റ് ജോബായി മാറും. അല്ലെങ്കിൽ നമുക്ക് സാലറി നമ്മൾ എത്രത്തോളം മീറ്റ് നമ്മൾ കട്ട് ചെയ്യുന്നുണ്ടോ അതിനനുസരിച്ചുള്ള ഒരു സാലറി കിട്ടും. നമ്മൾ പറഞ്ഞ പോലെ തന്നെ ആൾറെഡി ഇങ്ങനെ ഈ ഒരു സീസണൽ വർക്ക് വിസയിൽ പോയിട്ട് ഇവിടെ ഒരു മീറ്റ് കട്ടിങ് ജോബിൽ ആൾറെഡി വർക്ക് ചെയ്യുന്ന ആളുകളുണ്ട്, ആൾറെഡി ഇവർ വഴി പോയ ആളുകളുണ്ട്. സോ അവരുടെ കാര്യങ്ങൾ ഞാനൊരു പ്രൂഫായിട്ട് കാണിച്ചു തരാം. ഓക്കെ, ഇത് ആദ്യത്തെ എന്ന് പറയുന്നത് സി വിസയാണ് കേട്ടോ. നിങ്ങൾക്ക് അതിൽ ഡേറ്റ് കാണാൻ പറ്റും, 28/8/25 സി എന്നുള്ള കയ്യിൽ എഴുതിയിട്ടുണ്ട്. രണ്ടാമത്തേന്ന് പറയുന്നത് ഡി, ലോങ് സ്റ്റേ ഡി വിസ. ഓക്കെ, സോ അതിൻ്റെ ഡേറ്റ് എന്ന് പറയുന്നത് 4/11/25. അതായത് നമ്മൾ 8ാം മാസം കഴിഞ്ഞ് 2 മാസം കഴിഞ്ഞിട്ട്, അപ്പോൾ 11. ഓക്കെ, 2 മാസം കഴിയുമ്പോൾ നമുക്ക് ഈ ഒരു ഡി വിസ കിട്ടും. പിന്നെ നിങ്ങൾ ഈ ഒരു അക്കോമഡേഷൻ്റെ കാര്യങ്ങളും റൂമുകളുടെ വീഡിയോ ആണ് ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അവരുടെ അക്കോമഡേഷൻ്റെ കാര്യങ്ങളാണ് കേട്ടോ ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. അവിടുത്തെ അവർ അയച്ചു തന്ന വീഡിയോസാണ്. പിന്നെ അതുപോലെ തന്നെ അവിടെ കാലിൽ യൂസ് ചെയ്യുന്ന കാര്യങ്ങളും എല്ലാം അതിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. സോ ഇപ്പോൾ ഈ പോയ ആളുകൾക്കും ഇവരുടെ അക്കോമഡേഷൻ എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി ഫ്രീ ആണ്. നമ്മളുടെ ഈ ഒരു അക്കോമഡേഷൻ്റെ കാര്യങ്ങളൊക്കെ ഈ ഒരു എംപ്ലോയർ നോക്കിക്കോളും. ഓക്കെ, നമ്മൾ എത്രത്തോളം മീറ്റ് കട്ട് ചെയ്യുമോ അതിനനുസരിച്ചാണ് നമ്മളെ സാലറി വരിക. സോ ഇങ്ങനെ ആൾറെഡി ഒരു 2 lakhs സാലറി വാങ്ങുന്ന ആളുകളുണ്ട്. ഓക്കെ, സോ ദെൻ ഈ ഒരു TRC കാർഡൊക്കെ നമ്മളുടെ ഈ ഒരു എംപ്ലോയർ ആക്കി തരും കേട്ടോ. ഇനി ഇതിൻ്റെ പ്രോസസ്സ് എങ്ങനെയാണെന്നുള്ളത് നോക്കി വെക്കാം. ആദ്യത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മളൊരു വർക്ക് പെർമിറ്റിന് അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ്. ദെൻ നമുക്ക് ഈ ഒരു വർക്ക് പെർമിറ്റ് കിട്ടും. അതും വിത്തിൻ 1 month കൊണ്ട് നമുക്ക് കിട്ടുമെന്ന് ഇവർ പറയുന്നുണ്ട് കേട്ടോ. ഓക്കെ, അതാണ് ആദ്യത്തെ ഒരു സ്റ്റെപ്പ് എന്ന് പറയുന്നത്, വർക്ക് പെർമിറ്റിന് അപ്ലൈ ചെയ്തിട്ട് വർക്ക് പെർമിറ്റ് കിട്ടുക എന്നുള്ളത്. അതിനുശേഷം ആഫ്റ്റർ ദാറ്റ് വി വിൽ അപ്ലൈ ഫോർ VFSന് നമ്മൾ അപ്ലൈ ചെയ്യണം. പിന്നെ ഈ ഒരു VFS നടത്തുക കൊച്ചിയിൽ തന്നെ ആയിരിക്കും കേട്ടോ. VFS വരിക, നമുക്ക് ഡൽഹി പോകേണ്ട ആവശ്യമോ മുംബൈ പോകേണ്ട ആവശ്യമൊന്നും ഉണ്ടാവില്ല. ദെൻ നമുക്ക് ഗെറ്റ് വിസ ആൻഡ് ട്രാവൽ ടു ലാറ്റ്വിയ. ദെൻ നമുക്ക് വിസ കിട്ടും. ദെൻ നമുക്ക് ട്രാവൽ ചെയ്യാൻ പറ്റും, ഈ ഒരു ലാറ്റ്വിയയ്ക്ക് ട്രാവൽ ചെയ്യാൻ പറ്റും. 100% വിസ സക്സസ് ആവുമെന്നാണ് ഇവർ പറയുന്നത്. ഓക്കെ,
സോ ഇതൊക്കെയാണ് ഇതിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് വരുന്നത്. RN Connect ആണ് നമുക്കിപ്പോൾ ഈ ഒരു അവസരങ്ങൾ ഒരുക്കിയിട്ടുള്ളത്. സോ ഇവർ ആൾറെഡി ഈ ഒരു നഴ്സിംഗ് രജിസ്ട്രേഷൻ്റെ കാര്യങ്ങളും ഒക്കെ ചെയ്യണവർ തന്നെയാണ്. ഇനി ഇവരുടെ നമ്പർ ഞാൻ ഇവിടെ കൊടുക്കുന്നുണ്ട്, സ്ക്രീനിൽ ഇവരെ നമ്പർ ഞാൻ കാണിച്ചു തരാം. അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷനിൽ ഇവരെ നമ്പർ ഉണ്ടാവും, ഇവരെ കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ. ഇനി നിങ്ങൾക്ക് ഇവരുടെ ഓഫീസിൽ പോകണമെന്നോ അല്ലെങ്കിൽ അങ്ങനെ പോയിട്ട് നിങ്ങൾക്ക് പേയ്മെൻറ്റ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇവരെ പറ്റിയിട്ട് കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവരെ നമ്പർക്ക് കോൺടാക്ട് ചെയ്യുക, അല്ലാന്നുണ്ടെങ്കിൽ ഇവരെ ഓഫീസിൽ പോയിട്ട് നിങ്ങൾക്ക് അന്വേഷിക്കുക, അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും കേട്ടോ. ഇങ്ങനെ നിങ്ങൾക്ക് ലാറ്റ്വിയയ്ക്ക് ഒരു ജോബിനായിട്ട് പോകാൻ, ഒരു അൺസ്കിൽഡ് ജോബിന് പോയിട്ട് ഒരു 2 lakhs സാലറി നേടുന്ന ജോബിന് പോകണമെന്ന് ആഗ്രഹമുള്ളവർക്കാണ് എന്നുണ്ടെങ്കിൽ ഇത് നല്ലൊരു അവസരം തന്നെയാണ്. കാരണം ഒരു സീസണൽ ജോബ് വഴിയാണ് പോണത്. അതുകൊണ്ട് തന്നെ വിസ റിജക്ഷൻ ചാൻസ് വളരെ കുറവാണ്, പെട്ടെന്ന് നമുക്ക് എത്തിപ്പെടാനും പറ്റും. ഓക്കെ, സോ ആവശ്യമുള്ള എല്ലാവരും കോൺടാക്ട് ചെയ്യുക. സോ നമ്മളിപ്പോൾ ഷെയർ ചെയ്തത് ഒരു ഇൻഫർമേഷൻ മാത്രമാണ്. ചോയ്സ് എന്ന് പറയുന്നത് എപ്പോഴും നിങ്ങളുടെ തന്നെ ആയിരിക്കണം, തീരുമാനം എപ്പോഴും നിങ്ങളുടെ തന്നെയാണ് കേട്ടോ. സോ ഇനി എന്തായാലും ഇതുപോലത്തെ നല്ലൊരു ഇൻഫർമേഷൻ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ആൻഡ് ഫൈനലി ഇറ്റ്സ് മീ ഷിയാം ആൻഡ് ദിസ് ഈസ് Wayfarer Insights, and this channel won't disappoint you, and thanks for watching.